കലാഭവൻ എന്ന പേര് പറയുന്നത് തന്നെ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാണ്. ഏകദേശം 19 വർഷങ്ങൾക്ക് മുമ്പാണ് 1984 ഞാൻ ആദ്യമായിട്ട് ആ സരസ്വതി സ്ഥാപനത്തിൻ്റെ മുമ്പിലെത്തുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് അബേലച്ചനുമായും ആ സരസ്വതി ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞില്ലേ, എന്നും കലാഭവനിലൊരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ കലാഭവൻ്റെ മിമിക്രി ട്രൂപ്പിലൊരു അംഗമാണ്. അത് കഴിഞ്ഞ് വന്ന് സിനിമയിലെത്തിയാലും ഞാൻ കലാഭവനിൽ നിന്നുമാണ് സിനിമയിലേക്ക് വന്നത്. ഇന്ന് കലാഭവൻ്റെ ഡയറക്ടർ ബോർഡിലൊരു അംഗമാണ്. കലാഭവൻ്റെ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ സ്വകാര്യമായിട്ട് എല്ലാവരോടും പറഞ്ഞ് അഹങ്കരിക്കുന്നൊരു കാര്യമാണ്. ആബേലച്ചനില്ലാത്തൊരു കലാഭവനിലേക്ക് കയറി ചെല്ലുക, എൻ്റെ മനസ്സ് തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ അടുത്ത കാലത്ത് ആബേലച്ചനില്ലാത്ത, പക്ഷേ ആബേലച്ചൻ്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ കലാഭവനിലേക്ക് കുടുംബത്തോടൊപ്പം ചെന്ന് കയറാനുള്ള ഭാഗ്യമുണ്ടായി. കേരള സൗഭഗ സംസ്കാരത്തിൻ സംഗമസാരഭവൻ, കേരള സൗഭഗ സംസ്കാരത്തിൻ സംഗമസാരഭവൻ, കലാഭവൻ കലാഭവൻ കലാഭവൻ. ഫാദർ ആബേൽ എന്ന് പറഞ്ഞിരുന്ന ആ വലിയ മനുഷ്യൻ 1984 സെപ്റ്റംബർ ആദ്യവാരത്തിൽ കലാഭവനിലേക്ക് എന്നെ ക്ഷണിക്കുന്നു. കലാഭവനിലെ അന്നത്തെ സാരഥികളായിരുന്ന അൻസാർ, പ്രസാദ്, റഹ്മാൻ, സൈനുദ്ദീൻ, അങ്ങനെയുള്ള വലിയ വലിയ കലാകാരന്മാരന്ന് പങ്കെടുക്കുന്ന ആ മിമിക്രി ട്രൂപ്പിലേക്ക് റഹ്മാനാണ് എന്നെ വന്ന് വീട്ടിലേക്ക് പറയുന്നത്. പക്ഷേ അന്ന് സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം കാലത്ത് കലാഭവനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന എൻ്റെ ഇപ്പോഴത്തെ ഈ സുഹൃത്തുക്കളെല്ലാവരും അന്ന് അവിടെ ഉണ്ട്. സത്യത്തിൽ ഭയങ്കര ഭയമായിരുന്നു കലാഭവനിൽ ആദ്യം കയറി ചെന്നപ്പോൾ. ആബേലച്ചൻ എന്ന് പറയുന്ന വലിയ വ്യക്തി ആദ്യമായിട്ട് ജീവിതത്തിൽ മുമ്പിൽ കാണുകയാണ്. ചെന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, എന്താ അതെൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ജയറാം, അത് ഇത്. അപ്പോൾ അതിന് മുമ്പ് ഒരു വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കലാഭവൻ്റെ ഒരു മിമിക്രി പ്രോഗ്രാം ഞങ്ങളുടെ കോളേജിൽ, ശ്രീശങ്കര കോളേജിൽ നടന്ന കാലഘട്ടത്ത് കലാഭവൻ്റെ ട്രൂപ്പ് വരുന്നതിന് മുമ്പ് ഈ പ്രോഗ്രാം ഞാൻ നേരത്തെ കണ്ടിട്ട് ഇവരുടെ പ്രോഗ്രാമൊക്കെ മോഷ്ടിച്ച് ഞാൻ നേരത്തെ അവതരിപ്പിച്ച് അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം അത് പറയണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ അത് ഞാൻ അതേക്കുറിച്ച് അച്ഛൻ വല്ലതും ചോദിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. കയറി ചെന്നപ്പോൾ ആദ്യം അത് തന്നെയാണ് ചോദിച്ചത്. താനാണോ കലാഭവൻ്റെ പരിപാടി മുഴുവൻ കട്ടൊരു വേദിയിൽ അവതരിപ്പിച്ചത്? ഞാൻ പറഞ്ഞു അത് അന്നത്തെ അവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി എനിക്ക് പേടിയായി. പിന്നെ ചോദിച്ചു താൻ എന്തൊക്കെ കാണിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കാണിക്കും. ആരുടെയെങ്കിലും ശബ്ദം കാണിക്കുമോ? അപ്പോൾ എനിക്ക് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും നന്നായി ഒരുപാട് പേരെ ഞാൻ കാണിക്കുമായിരുന്നു. പക്ഷേ ഏറ്റവും നല്ലതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള പ്രേം നസീറിനെ ഞാൻ അച്ഛനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ കോൺഫിഡൻസിൽ ഞാനാണ് ആറേക്കാട്ടതും പാടിത്തമ്പാൻ, ഇതെൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ ഏറ്റവും എനിക്ക് നന്നായിട്ട് കാണിക്കാവുന്ന വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് കാണിച്ചു. അമ്മേ, അമ്മയുടെ പുന്നാരമോൻ ഗാന്ധിജിയാണമ്മേ വന്നിരിക്കുന്നത്. അമ്മയും കാത്ത് അമ്മയുടെ പുന്നാര മക്കൾ വീട്ടിൽ കുത്തിയിരിക്കുകയാണമ്മേ. അമ്മയുടെ മോൻ ഗാന്ധി പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി വന്നിരിക്കുകയാണമ്മേ. കണ്ണു തുറക്കൂലേ അമ്മേ. കാണിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം ചോദിച്ചത് ഇതാരാ, മധു ആണോ അല്ല ഗോവിന്ദൻകുട്ടിയാണോ എന്ന് ചോദിച്ചു. എൻ്റെ കംപ്ലീറ്റ് സർവ്വശക്തികളും ചോർന്നു പോയി. കാരണം ഇത് ഗോവിന്ദൻകുട്ടിയാണോ മധുവാണോ എന്ന് ചോദിച്ചതോടുകൂടി ഇനി കലാഭവനിലേക്ക് എടുക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുറത്ത് വന്ന ശേഷമാണ് അറിഞ്ഞത് അച്ഛനത് എല്ലാവരോടും പറയാറുള്ളതാണ്. എന്നോട് മാത്രമല്ല, ഇനിയിപ്പോൾ ഏറ്റവും വലിയ കലാകാരൻ യേശുദാസ് വന്നാലും അച്ഛൻ പാടാൻ അറിയാമോ എന്നാണ് ആദ്യം ചോദിക്കുക. അത് അച്ഛൻ്റെ ഒരു സ്വതസിദ്ധമായ തമാശയിലൂടെ ചോദിച്ചതാണ്. എന്തായാലും അങ്ങനെ 84 എൻ്റെ ആ സ്വപ്നം പൂണിഞ്ഞു, കലാഭവനിലേക്ക് എത്തിപ്പെട്ടു. അവിടെ നിന്നായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് എന്ന് പറയാവുന്നത്. 41 കൊല്ലം മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 1965 ഞാൻ ഈ മലകയറ്റം ആരംഭിച്ചത്. അന്ന് എനിക്കൊരു കണക്കുകൂട്ടലും ഉണ്ടായിരുന്നില്ല. ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് പോലും അന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല.
എത്ര ദൂരം പിന്നിട്ടെന്നോ ഇനി എത്രയുണ്ടെന്നോ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ നടന്നു. പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. ചിലയിടത്ത് ഹർഷാരവത്തിൽ മുങ്ങിയ കയ്യടികൾ കേട്ടിരുന്നെങ്കിലും ചിലരെല്ലാം വിദ്വേഷഭാവത്തിൽ കല്ലെറിഞ്ഞു. കയ്യടി കേട്ട് ഞാൻ മയങ്ങി നിന്നില്ല. കല്ലുകളൊന്നും തിരിച്ചെറിഞ്ഞില്ല. ആ കല്ലുകളെല്ലാം പെറുക്കി കൂട്ടി ഞാൻ കലാഭവൻ പണിതു. ഈശ്വരനെ തേടി ഞാൻ നടന്നു.